പ്രിയമുള്ള കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 10 അഥവാ റെസ്പിറേഷൻ പ്ലാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മുൻ പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ തുടക്കത്തിൽ റെസ്പിറേഷൻ ഇൻ പ്ലാൻസ് എന്ന് പറയുന്ന ടോപ്പിക് കാണാം. അതിൽ നിന്ന് വന്നൊരു ചോദ്യത്തിലേക്ക് പോവാം. There are several reasons why plants can get along without respiratory organs. പ്ലാന്റ്സിന് ശ്വസനാവയം ഇല്ലാത്തതിന് ധാരാളം കാരണങ്ങളുണ്ട്. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവിംഗ് 3 reasons. ഈ പ്രസ്താവനയെ 3 കാരണങ്ങൾ സഹിതം ന്യായീകരിക്കുക. ശ്വസനാവയവങ്ങളില്ലാതെ സസ്യങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഏതെങ്കിലും 3 കാരണങ്ങളിലൂടെ ഈ പ്രസ്താവനയെ സാധൂകരിക്കുക. അപ്പോൾ പ്ലാന്റ്സിന് റെസ്പിറേറ്ററി ഓർഗൻ ഇല്ല, ശ്വസനാവയവമില്ല. ഇതിന് കാരണം എന്താണെന്ന് ഇതിന് 3 കാരണങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ ഓരോ ഭാഗങ്ങളും അതിന് വേണ്ട ഓക്സിജൻ എടുക്കുകയാണ് ചെയ്യുക. റൂട്ടിന് വേണ്ട ഓക്സിജൻ എടുക്കും, സ്റ്റെമ്മിന് വേണ്ട ഓക്സിജൻ എടുക്കും, ലീഫിന് വേണ്ട ഓക്സിജൻ എടുക്കും. ഇത് രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ റെസ്പിറേഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് അനിമൽസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന് വളരെ കുറച്ച് ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ഓക്സിജൻ മാത്രം മതി അവയ്ക്ക് ശ്വസിക്കാൻ. മൂന്നാമതൊരു കാരണം എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഗ്യാസ് ഡിഫ്യൂസ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ദൂരം എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. ഇവിടെ ലാർജ് ബൾക്കി പ്ലാന്റ്സ്, വലിയ വണ്ണമുള്ള വലിയ മരത്തിലാണെങ്കിൽ പോലും. ഇതെന്തുകൊണ്ടാണ്? ഒരു പ്ലാന്റിൻ്റെ കൂടുതൽ ഭാഗവും ഡെഡാണ്. അതിൻ്റെ ഇൻറ്റേർണൽ പാർട്സ് എല്ലാം ഡെഡ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെ നടുഭാഗത്ത് കൂടുതലായിട്ടുള്ള കാണുന്നത് സൈലമാണുള്ളത്. ഇപ്പോൾ നമ്മൾ വലിയ മരത്തിൻ്റെയൊക്കെ കാതൽ എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ എന്താണ്? സെക്കൻഡറി സൈലമാണ്. ഈ സൈലമൊക്കെ ഡെഡ് സെൽസാണ്. അപ്പോൾ വളരെ കുറച്ച് ഭാഗം മാത്രമേ ലിവിങ് സെൽസ് ഉള്ളൂ. അവയ്ക്ക് മാത്രമേ റെസ്പിറേഷൻ്റെ ആവശ്യമുള്ളൂ. ഇതിലേക്ക് മാത്രമേ ഓക്സിജൻ എത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്സിജന് ഡിഫ്യൂസ് ചെയ്യേണ്ട ദൂരം വളരെ കുറച്ചാണുള്ളത്. ഇൻ പ്ലാന്റ്സ് ദർ ഇസ് നോ സ്പെഷ്യലൈസ്ഡ് ഓർഗൻ ഫോർ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ബിക്കോസ് പ്ലാന്റ്സിൽ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് പ്രത്യേക അവയവമില്ല. കാരണം നമ്പർ 1, ഈച്ച് പ്ലാന്റ് പാർട്ട് ടേക്സ് കെയർ ഓഫ് ഇറ്റ്സ് ഓൺ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നീഡ്സ്. ഓരോ പ്ലാന്റ് പാർട്ടും അതിൻ്റെ സ്വന്തം ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നീഡ് നിർവഹിക്കുന്നു. സെക്കൻഡ് വൺ, പ്ലാന്റ്സ് ഡു നോട്ട് ഹാവ് ഗ്രേറ്റ് ഡിമാൻഡ് ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച്. അനിമൽസിനെ പോലെയല്ല പ്ലാന്റ്സിന് ഗ്യാസ് എക്സ്ചേഞ്ചിനുള്ള ഡിമാൻഡ് കുറവാണ്. ദ ഡിസ്റ്റൻസ് ദാറ്റ് ഗ്യാസസ് മസ്റ്റ് ഡിഫ്യൂസ് ഈസ് വെരി ഷോർട്ട്. ഗ്യാസിന് ഡിഫ്യൂസ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് വളരെ കുറവാണ്. ഈവൺ ഇൻ ലാർജ് ട്രീസ് ബിക്കോസ് ദ സെൽസ് ഇൻ ദ ഇൻറ്റീരിയർ ആർ ഡെഡ്. വലിയ മരങ്ങളിൽ പോലും, കാരണം ഉള്ളിലുള്ള സെല്ലുകളെല്ലാം ഡെഡാണ്, ജീവനില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, there are several reasons why plants get along without respiratory organs. Justify the above statement by citing 2 reasons. ശ്വസനാവയവങ്ങളില്ലാതെ സസ്യങ്ങൾക്ക് സുഗമമായി ജീവിക്കാൻ കഴിയുന്നതിന് പല കാരണങ്ങളുണ്ട്. അനുയോജ്യമായ 2 കാരണങ്ങൾ സഹിതം ഈ പ്രസ്താവനയെ സാധൂകരിക്കുക. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. തേർഡ് ക്വസ്റ്റ്യൻ, the first step in respiration is glycolysis. ഡിഫൈൻ ഗ്ലൈക്കോളൈസിസ്. ഗ്ലൈക്കോളൈസിസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഗ്ലൂക്കോസിനെ പാർഷ്യലായിട്ട് ഓക്സിഡൈസ് ചെയ്തുകൊണ്ട് 2 മോളിക്യൂൾസ് പൈറുവിക് ആസിഡാക്കി മാറ്റുന്നതിനെയാണ് ഗ്ലൈക്കോളൈസിസ് എന്ന് പറയുന്നത്. റൈറ്റ് ദ സൈറ്റ് ഓഫ് ഗ്ലൈക്കോളൈസിസ്. ഗ്ലൈക്കോളൈസിസ് നടക്കുന്ന സ്ഥലം എഴുതുക. ഗ്ലൈക്കോളൈസിസ് നടക്കുന്ന എവിടെയാണ്? സൈറ്റോപ്ലാസ്റ്റിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ശ്വസനത്തിൻ്റെ ആദ്യ ഘട്ടമാണ് ഗ്ലൈക്കോളൈസിസ്. ഗ്ലൈക്കോളൈസിസിന് നിർവചനം എഴുതുക. ഗ്ലൈക്കോളൈസിസ് നടക്കുന്ന സ്ഥലം ഏതെന്ന് എഴുതുക. ഇപ്പോൾ ഗ്ലൈക്കോളൈസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർഷ്യൽ ഓക്സിഡേഷൻ ഓഫ് 1 molecule ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു 2 molecules ഓഫ് പൈറുവിക് ആസിഡ്. ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിനെ 2 molecules പൈറുവിക് ആസിഡായി പാർഷ്യലായി ഓക്സിഡൈസ് ചെയ്യുന്നതിനെയാണ് ഗ്ലൈക്കോളൈസിസ് എന്ന് പറയുന്നത്. ഗ്ലൈക്കോളൈസിസ് നടക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസമാണ്, കോശദ്രവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലൈക്കോളൈസിസ് ഈസ് എ കോമൺ ഫേസ് ഇൻ ബോത്ത് എയറോബിക് ആൻഡ് അനേറോബിക് റെസ്പിറേഷൻ. എയറോബിക് റെസ്പിറേഷനിലും അനേറോബിക് റെസ്പിറേഷനിലുമുള്ള കോമൺ ഘട്ടമാണ്, ഫേസാണ് ഗ്ലൈക്കോളൈസിസ്. വേർ ഡസ് ഇറ്റ് ടേക്ക് പ്ലേസ്? അത് എവിടെ നടക്കുന്നു? ആൻഡ് വാട്ട് ഈസ് ദ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഗ്ലൈക്കോളൈസിസ്? ഗ്ലൈക്കോളൈസിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ഏതാണ്? നടക്കുന്നത് നേരത്തെ പറഞ്ഞു, സൈറ്റോപ്ലാസ്റ്റിലാണ്. എൻഡ് പ്രൊഡക്റ്റ് പൈറുവിക് ആസിഡ് ആണ്. വായു ശ്വസനത്തിൻ്റെയും അവായു ശ്വസനത്തിൻ്റെയും പൊതുവായ ഘട്ടമാണ് ഗ്ലൈക്കോളൈസിസ്. എവിടെയാണ് ഗ്ലൈക്കോളൈസിസ് നടക്കുന്നത്? ഇതിൻ്റെ അവസാനത്തിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏത്? നടക്കുന്നത് സൈറ്റോപ്ലാസം. ഉണ്ടാകുന്ന ഉൽപ്പന്നം പൈറുവിക് ആസിഡിൻ്റെ 2 molecules ആണ് ഉണ്ടാകുന്നത്.
Glycolysis is the partial oxidation of glucose to produce 2 molecules of pyruvic acid. ഗ്ലൂക്കോസിന് ഭാഗിക ഓക്സീകരണം നടന്ന് 2 തന്മാത്ര പൈറുവിക് ആസിഡായി മാറുന്ന പ്രക്രിയയാണ് ഗ്ലൈക്കോളൈസിസ്. വേർ ഡസ് ഗ്ലൈക്കോളൈസിസ് ഒക്കർ? ഗ്ലൈക്കോളൈസിസ് നടക്കുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസ്റ്റിലാണ്, നേരത്തെ കണ്ടു. സ്റ്റെപ്സ് ഓഫ് ഗ്ലൈക്കോളൈസിസ് ആർ ഗിവൺ ബിലോ. ഗ്ലൈക്കോളൈസിസിന്റെ ഘട്ടങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഫിൽ അപ്പ് ദ ബ്ലാങ്ക് ബോക്സസ്. ഒഴിഞ്ഞ കളങ്ങൾ അനുയോജ്യമായി പൂരിപ്പിക്കുക. അവിടെ ഗ്ലൂക്കോസ് തന്നിട്ടുണ്ട്. ഗ്ലൂക്കോസ് പിന്നീട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. അപ്പോൾ എ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് പിന്നെ ഐസോമറൈസ് ചെയ്തുകൊണ്ട് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ബി എന്ന് പറയുന്നത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് വീണ്ടും ഫോസ്ഫോറിലേഷന് വിധേയമാകും. അങ്ങനെ ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ് ആയിട്ട് മാറും. അപ്പോൾ സി എന്ന് പറയുന്നത് ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ്. അത് പിന്നെ രണ്ടായിട്ട് ബ്രേക്ക് ചെയ്യും. ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും ആയിട്ട് മാറും. ഇനി ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റും ഐസോമേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഇൻവെന്റർ കൺവേർട്ടബിൾ ആണ്. ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറാം. അപ്പോൾ അതുകൊണ്ട് തുടർന്ന് 2 മോളിക്യൂൾസ് ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് പങ്കെടുക്കുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ 2 മോളിക്യൂൾ ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് പിന്നീട് 1,3 ബൈഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറും. അവിടെ ഒരു ഫോസ്ഫോറിലേഷൻ നടക്കുന്നുണ്ട്, ഡീഹൈഡ്രോജനേഷനും റിയാക്ഷനും നടക്കുന്നുണ്ട്. എന്നിട്ടാണ് 1,3 ബൈഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുന്നത്. ദെൻ ഈ 1,3 ബൈഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ഡീഫോസ്ഫോറിലേഷൻ റിയാക്ഷന് വിധേയമാവും. എന്ന് പറഞ്ഞാൽ ഫോസ്ഫേറ്റ് റിമൂവ് ചെയ്യപ്പെടും. അങ്ങനെ ATP ഉണ്ടാവും. അങ്ങനെ 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറും. ഈ 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് പിന്നീട് ഒരു സ്ട്രക്ചറൽ റീഅറേഞ്ച്മെൻറ്റിന് വിധേയമാവും. അങ്ങനെ 2 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറും. അതായത് ഇവിടെ 3ാമത്തെ കാർബൺ ആറ്റവുമായിട്ടാണ് ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തിരുന്നത്. എന്നാൽ 2 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആണെങ്കിൽ അത് 2ാമത്തെ കാർബൺ ആറ്റവുമായിട്ടാണ് ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യുന്നത്. ദെൻ 2 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് പിന്നീട് 2 ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. 2 ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡ് ഡീഫോസ്ഫോറിലേഷന് വിധേയമാവും. അങ്ങനെ ATP ഉണ്ടാവും. അങ്ങനെ പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഇപ്പോൾ ഗ്ലൈക്കോളൈസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസ്റ്റിൽ. എ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ബി ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്, സി ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ്, ഡി 1,3 ബൈഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്, ഇ 2 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്, എഫ് ഫോസ്ഫോ ഈനോൾ പൈറുവിക് ആസിഡ്. Fill up the flow chart of glycolysis given below using the list of intermediary compounds given in the bracket. ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള ഇൻ്റർമീഡിയറി കോമ്പൗണ്ടിൻ്റെ ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗ്ലൈക്കോളിസിസിൻ്റെ ഫ്ലോ ചാർട്ട് പൂരിപ്പിക്കുക. നേരത്തെ തന്ന പോലെ തന്നെ ഗ്ലൂക്കോസ് തന്നിരിക്കുന്നു. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്, 1,3 ബൈഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്, 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്, 2 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്, 2 ഫോസ്ഫോ ഇനോൾ പൈറുവിക് ആസിഡ്, പൈറുവിക് ആസിഡ്. ബ്രാക്കിൽ തന്നിട്ടുള്ളത് എടുത്തെഴുതുക. നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഗ്ലൈക്കോളൈസിസ് ATP ഈസ് യൂട്ടിലൈസ്ഡ് അറ്റ് 2 സ്റ്റെപ്സ് ഓൺലി. ഗ്ലൈക്കോളൈസിസിൽ ATP 2 സ്റ്റെപ്പുകളിൽ മാത്രമാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. റൈറ്റ് ഡൗൺ ദീ സ്റ്റെപ്സ്. ഈ സ്റ്റെപ്പുകൾ എഴുതാം. ATP ഉപയോഗിക്കുന്ന ഒന്ന് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറാൻ ATP വേണം. മറ്റൊന്ന് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ആയിട്ട് മാറാനും ATP വേണം. സോ ആൻസർ നമ്പർ 1. ഡ്യൂറിംഗ് ദി കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്ന സമയത്ത്. സെക്കൻഡ് വൺ, ഡ്യൂറിംഗ് ദി കൺവേർഷൻ ഓഫ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ടു ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ്. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ആയി മാറുന്ന സമയത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്ലൈക്കോളിസിസ് ഈസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു പൈറുവിക് ആസിഡ്. ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി ബ്രേക്ക് ചെയ്യുന്നതാകുന്നു ഗ്ലൈക്കോളൈസിസ്. വേർ ഡസ് ഗ്ലൈക്കോളൈസിസ് ഒക്കർ ഇൻ എ സെൽ. ഒരു സെല്ലിൽ ഗ്ലൈക്കോളൈസിസ് എവിടെ വെച്ച് നടക്കുന്നു? സൈറ്റോപ്ലാസ്റ്റിലാണ്. വൈ ഈസ് ഗ്ലൈക്കോളൈസിസ് എ പാർഷ്യൽ ഓക്സിഡേഷൻ. എന്തുകൊണ്ട് ഗ്ലൈക്കോളൈസിനെ പാർഷ്യൽ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നു? എന്തുകൊണ്ടാണ്? ഇവിടെ ഗ്ലൂക്കോസ് പാർഷ്യലായിട്ട് ഓക്സിഡേഷൻ വിധേയമായി 2 മോളിക്യൂൾസ് പൈറുവിക് ആസിഡ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല കുറച്ച് ഊർജ്ജം മാത്രമേ റിലീസ് ചെയ്യുന്നുള്ളൂ.
ഗ്ലൂക്കോസ് തന്മാത്ര പൈറുവിക് ആസിഡായി മാറുന്ന പ്രക്രിയയാണ് ഗ്ലൈക്കോളൈസിസ്. ഗ്ലൈക്കോളൈസിസ് കോശത്തിൽ എവിടെയാണ് നടക്കുന്നത്? ഗ്ലൈക്കോളൈസിസ് ഒരു ഭാഗിക ഓക്സീകരണമാണ്. എന്തുകൊണ്ട്? ഗ്ലൈക്കോളൈസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസ്റ്റിൽ. പാർഷ്യൽ ഓക്സിഡേഷൻ എന്ന് പറയാൻ കാരണം ഗ്ലൂക്കോസ് അണ്ടർഗോസ് പാർഷ്യൽ ഓക്സിഡേഷൻ ടു ഫോം 2 മോളിക്യൂൾസ് ഓഫ് പൈറുവിക് ആസിഡ് ആൻഡ് ലെസ് എനർജി ഈസ് റിലീസ്ഡ്. ഗ്ലൂക്കോസ് പാർഷ്യൽ ഓക്സിഡേഷന് വിധേയമായി 2 മോളിക്യൂൾസ് പൈറുവിക് ആസിഡ് ഉണ്ടാകുന്നു. ആൻഡ് ലെസ് എനർജി ഈസ് റിലീസ്ഡ്. അല്പം ഊർജ്ജം മാത്രമേ സ്വതന്ത്രമാക്കപ്പെടുന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ടു പൈറുവിക് ആസിഡ് ഈസ് കോൾഡ് ഗ്ലൈക്കോളൈസിസ്. ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന് ഗ്ലൈക്കോളൈസിസ് എന്ന് പറയുന്നു. വേർ ഡസ് ഇറ്റ് ഒക്കർ? ഇൻ എ സെൽ. സെല്ലിൽ അത് എവിടെ വെച്ച് നടക്കുന്നു? സൈറ്റോപ്ലാസ്റ്റിലാണ്. ഹൗ മെനി ATP മോളിക്യൂൾസ് ആർ ഡയറക്ട്ലി സിന്തസൈസ്ഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ്? ഈ പ്രക്രിയയിൽ എത്ര ATP മോളിക്യൂൾസ് നേരിട്ട് ഉണ്ടാകുന്നു? നേരിട്ടുണ്ടാവുന്ന 4 ATP ആണ്. പക്ഷേ 2 ATP യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് 2 ATP ആണ്. ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഗ്ലൈക്കോളൈസിസ്. ഈ പ്രവർത്തനം കോശത്തിൽ എവിടെ വെച്ചാണ് നടക്കുന്നത്? ഇതിൽ നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ATP തന്മാത്രകൾ എത്ര? ഗ്ലൈക്കോളൈസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസം. നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ATPയുടെ എണ്ണം എന്ന് പറയുന്നത് 4 ATP ആണ്. അതേസമയം നെറ്റ് ഗെയിൻ ചോദിച്ചാൽ 2 ATP ആണ്. ഒബ്സർവ് ദ ഫോളോയിങ് പാത്വേസ് ഓഫ് അനേറോബിക് റെസ്പിറേഷൻ. അനേറോബിക് റെസ്പിറേഷൻ്റെ തുടർന്ന് വരുന്ന പാത്വേ നിരീക്ഷിക്കുക. ഇപ്പോൾ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായിട്ട് മാറുന്നു, അത് ഗ്ലൈക്കോളൈസിസ്. ഇനി പൈറുവിക് ആസിഡ് അനേറോബിക് റെസ്പിറേഷനിൽ ചില ജീവികളിൽ A എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു, ചില ജീവികളിൽ B എന്ന് പറയുന്നു. B ആണെങ്കിൽ അതിൻ്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് എത്തനോളാണ്. എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറുന്നു. അപ്പോൾ ഇത് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനാണ്. അപ്പോൾ മറ്റേതായിരിക്കും? ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനാണ്. 2 ഫെർമെൻറ്റേഷനാണുള്ളത്. ഐഡൻറ്റിഫൈ ദ പ്രോഡക്ട്സ് A ആൻഡ് B. A, B എന്നീ പ്രോഡക്ട്സ് കണ്ടെത്തുക. A എന്ന് പറയുന്നത് ലാക്റ്റിക് ആസിഡ് ആണ്. B എന്ന് പറയുന്നത് എത്തനോളാണ്. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ഓർഗാനിസം ഇൻ വിച്ച് എനി ഓഫ് ദീസ് പ്രോഡക്ട്സ് ആർ ഫോംഡ്. ഇതിലേതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്ന ഒരു ജീവിക്ക് ഉദാഹരണം എഴുതുക. എക്സാമ്പിൾ ഈസ്റ്റ്, എത്തനോൾ ഉണ്ടാകുന്ന ഈസ്റ്റിൽ. ലാക്ടോബാസിലസിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നു. സോ ആൻസർ A ലാക്റ്റിക് ആസിഡ്, B എത്തനോൾ. ജീവിയുടെ പേര് ഇവിടെ കൊടുത്തിട്ടില്ല. ജീവിയുടെ പേര് ഈസ്റ്റ്, വിട്ടുപോയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ഫ്രം ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ. ആൽക്കഹോൾ ഫെർമെൻറ്റേഷനിൽ നിന്ന് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്താ വ്യത്യാസം? പ്രധാന വ്യത്യാസം, ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനിലാണെങ്കിൽ പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനിലാണെങ്കിൽ പൈറുവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും എത്തനോളുമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. In lactic acid fermentation, pyruvic acid is converted to lactic acid. Lactic acid fermentation pyruvic acid lactic acid ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. In alcoholic fermentation, pyruvic acid is converted into carbon dioxide and ethanol. Pyruvic acid കാർബൺ ഡൈ ഓക്സൈഡും എത്തനോളുമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. Fermentation is the incomplete oxidation of pyruvic acid. Pyruvic acidന്റെ incomplete oxidation ആണ് fermentation. Find the differences between 2 types of fermentation in microorganisms. സൂക്ഷ്മജീവികളിൽ കാണപ്പെടുന്ന 2 തരം ഫെർമെൻറ്റേഷൻ്റെ വ്യത്യാസങ്ങൾ എഴുതുക. ഫെർമെൻറ്റേഷൻ പറയുന്ന മലയാളം ടേമാണ് കിണ്വനം എന്നത് പൈറുവിക് അമ്ലത്തിൻ്റെ ഭാഗികമായ നിരോക്സീകരണമാണ്. സൂക്ഷ്മജീവികളിലെ 2 തരം ഫെർമെൻറ്റേഷനുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുക. നേരത്തെ പറഞ്ഞതാണ്. എയറോബിക് റെസ്പിറേഷൻ ആൻഡ് അനേറോബിക് റെസ്പിറേഷൻ ആർ 2 types of respiration. 2 തരത്തിലുള്ള റെസ്പിറേഷൻസ് ആണ്, എയറോബിക് റെസ്പിറേഷനും അനേറോബിക് റെസ്പിറേഷനും. വാട്ട് ഈസ് അനേറോബിക് റെസ്പിറേഷൻ? അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ ആബ്സെൻസിൽ ഗ്ലൂക്കോസ് പാർഷ്യലായിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നതിനെയാണ് അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. റൈറ്റ് ദ ചേഞ്ച് ദാറ്റ് ഒക്കേഴ്സ് ടു പൈറുവിക് ആസിഡ് ഇൻ ഈസ്റ്റ് സെൽ. ഈസ്റ്റ് സെല്ലിൽ പൈറുവിക് ആസിഡിന് സംഭവിക്കുന്ന മാറ്റം എഴുതുക. ഈസ്റ്റ് സെല്ലിൽ പൈറുവിക് ആസിഡ് എത്തനോളായിട്ട് മാറും, കാർബൺ ഡൈ ഓക്സൈഡും എത്തനോളുമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. വായുശ്വസനം, അവായുശ്വസനം എന്നിങ്ങനെ 2 തരത്തിലുള്ള ശ്വസനം നടക്കുന്നു. അവായുശ്വസനം എന്നാൽ എന്ത്? ഈസ്റ്റ് കോശങ്ങളിൽ പൈറുവിക് ആസിഡിന് സംഭവിക്കുന്ന മാറ്റം എന്ത്? അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആൻഡ് ദ ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് എത്തനോൾ ഓർ ലാക്റ്റിക് ആസിഡ്. അനേറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഫുഡ് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡേഷന് വിധേയമാവുന്നു ഓക്സിജൻ്റെ അഭാവത്തിൽ.
അങ്ങനെ കാർബൺ ഡയോക്സൈഡും എത്തനോളുമോ അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡോ ഉണ്ടാവുന്നു. ഇൻ ഈസ്റ്റ് സെൽസ്, ഈസ്റ്റ് കോശങ്ങളിൽ പൈറുവിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു കാർബൺ ഡയോക്സൈഡ് ആൻഡ് എത്തനോൾ. പൈറുവിക് ആസിഡ് കാർബൺ ഡയോക്സൈഡും എത്തനോളുമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഫിൽ ഇൻ ദ ബ്ലാങ്ക്, വിട്ട ഭാഗം പൂരിപ്പിക്കാം. ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ അസറ്റൈൽ കോഎൻസൈം എ വിച്ച് ടേക്ക് പാർട്ട് ഇൻ ക്രെബ്സ് സൈക്കിൾ ഈസ് ഡാഷ്. ക്രെബ്സ് സൈക്കിളിൽ പങ്കെടുക്കുന്ന അസറ്റൈൽ കോഎൻസൈമിലുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്ന്. 2 കാർബൺ ആറ്റമാണ് അസറ്റൈൽ കോഎൻസൈമിലുള്ളത്. ആൻസർ 2. ഫോളോയിങ് ഫിഗർ ഷോസ് ദ സിട്രിക് ആസിഡ് സൈക്കിൾ. സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ രേഖാചിത്രം ചുവടെ നൽകിയിരിക്കുന്നു. സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുന്നത് ക്രെബ്സ് സൈക്കിളാണ്. ഇവിടെ പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈമായിട്ട് കൺവേർട്ട് ചെയ്തു. ഈ അസറ്റൈൽ കോഎൻസൈമെ ക്രെബ്സ് സൈക്കിളിൽ പങ്കെടുക്കുന്നു. അസറ്റൈൽ കോഎൻസൈമിയെ ഓക്സാലോസെറ്റിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ സിട്രിക് ആസിഡ് ഉണ്ടാകുന്നു. സിട്രിക് ആസിഡ് പിന്നെ ആൽഫ കീറ്റോ ഗ്ലിറ്റാറിക് ആസിഡ് ഉണ്ടാകുന്നു. പിന്നീട് സക്സിനിക് ആസിഡ് ആയിട്ട് മാറുന്നു, മാലിക് ആസിഡ് ആയിട്ട് മാറുന്നു, വീണ്ടും ഓക്സാലോസെറ്റിക് ആസിഡ് ഉണ്ടാകുന്നു. ഐഡന്റിഫൈ ദ സ്റ്റെപ്സ് വേർ FADH2 ആൻഡ് GTP ആർ സിന്തസൈസ്ഡ്. FADH2 അതുപോലെ തന്നെ ഈ GTP നിർമ്മിക്കുന്ന സ്റ്റെപ്പുകൾ കണ്ടെത്തുക. GTP ഉണ്ടാകുന്നത് ആൽഫ കീറ്റോ ഗ്ലിറ്റാറിക് ആസിഡ് സക്സിനിക് ആസിഡ് ആയിട്ട് മാറുന്ന സമയത്താണ്. FADH2 ഉണ്ടാകുന്നത് സക്സിനിക് ആസിഡ് മാലിക് ആസിഡ് ആയിട്ട് മാറുന്ന സമയത്താണ്. FADH2, GTP എന്നിവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഘട്ടങ്ങൾ തിരിച്ചറിയുക. GTP is synthesized during the conversion of alpha ketoglytaric acid to succinic acid. ആൽഫ കീറ്റോഗ്ലിറ്റാറിക് ആസിഡ് സക്സിനിക് ആസിഡായി മാറുന്ന സമയത്താണ് GTP നിർമ്മിക്കപ്പെടുന്നത്. FADH2 is synthesized during the conversion of succinic acid to malic acid. സക്സിനിക് ആസിഡ് മാലിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന സമയത്താണ് FADH2 നിർമ്മിക്കപ്പെടുന്നത്. The figure showing the pathway of tricarboxylic acid cycle is given below. ട്രൈകാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ക്രെബ്സ് സൈക്കിള്. ക്രെബ്സ് സൈക്കിളിൻ്റെ പാത്വേ കാണിക്കുന്ന ചിത്രമാണ് താഴെ തന്നിട്ടുള്ളത്. നെയിം ദ കോമ്പൗണ്ട് പ്രസന്റ് ഇൻ ദ പൊസിഷൻ ഓഫ് ABCD. ABCD എന്നീ പൊസിഷനിൽ കാണപ്പെടുന്ന കോമ്പൗണ്ടിൻ്റെ പേരെഴുതുക. ചിത്രം ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിളിനെ സൂചിപ്പിക്കുന്നു. ABCD എന്നീ സ്ഥാനങ്ങളിൽ കാണേണ്ട സംയുക്തങ്ങളുടെ പേരെഴുതുക. അപ്പോൾ D എന്ന് പറയുന്നത് ഇവിടെ ഓക്സാലോസെറ്റിക് ആസിഡ് ആണ്. അത് അസറ്റൈൽ കോഎൻസൈമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ സിട്രിക് ആസിഡ് ഉണ്ടാകുന്നു. അപ്പോൾ A സിട്രിക് ആസിഡ് ആണ്. സിട്രിക് ആസിഡ് പിന്നെ ആൽഫ കീറ്റോ ഗ്ലിറ്റാറിക് ആസിഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ B ആൽഫ കീറ്റോ ഗ്ലിറ്റാറിക് ആസിഡ് ആണ്. അത് പിന്നീട് സക്സിനിക് ആസിഡ് ആയിട്ട് മാറുന്നു. ദെൻ അത് പിന്നീട് മാലിക് ആസിഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ C എന്ന് പറയുന്നത് മാലിക് ആസിഡ് ആണ്. അപ്പോൾ A സിട്രിക് ആസിഡ്, B ആൽഫ കീറ്റോ ഗ്ലിറ്റാറിക് ആസിഡ്, C മാലിക് ആസിഡ്, D ഓക്സാലോസെറ്റിക് ആസിഡ്. Next question. The complete oxidation of pyruvic acid yields 3 molecules of carbon dioxide by a cyclic process in the matrix of mitochondria. പൈറുവിക് ആസിഡ് പൂർണ്ണമായിട്ട് ഓക്സിഡൈസ് ചെയ്തുകൊണ്ട് 3 മോളിക്യൂൾസ് കാർബൺ ഡയോക്സൈഡ് റിലീസാവുന്നു ഒരു സൈക്ലിക് പ്രോസസ്സിനാൽ മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ. ഹു ഫസ്റ്റ് ഡെവലപ്പ് ദിസ് സൈക്കിൾ? ആരാണ് ഈ സൈക്കിള് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്? അപ്പോൾ ഈ സൈക്കിൾ എന്ന് പറയുന്നത് ക്രെബ്സ് സൈക്കിളാണ്. ഇത് ഡെവലപ്പ് ചെയ്ത് ഹാൻസ് ക്രെബ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. ഡ്രോ എ ഡയഗ്രമാറ്റിക് സ്കെച്ച് ഓഫ് ദി ഐഡൻറ്റിഫൈഡ് സൈക്കിൾ. നിങ്ങൾ കണ്ടെത്തിയ സൈക്കിളിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് സ്കെച്ച് വരയ്ക്കുക. അപ്പോൾ ഈ സൈക്കിള് കണ്ടെത്തിയത് ഹാൻസ് ക്രെബ്സ് ആണ്. അതിൻ്റെ ഡയഗ്രമാറ്റിക് സ്കെച്ച് വരയ്ക്കുക. സൈക്കിൾ ഇപ്പോൾ കുറേ പറഞ്ഞതാണ്, വീണ്ടും ഇതിലേക്ക് പോകുന്നില്ല. വാരിയസ് കോമ്പൗണ്ട്സ് ഇൻ ദ സിട്രിക് ആസിഡ് സൈക്കിൾ ആർ ഗിവൺ ബിലോ. സിട്രിക് ആസിഡ് സൈക്കിളിലെ വിവിധ കോമ്പൗണ്ടുകൾ താഴെ തന്നിട്ടുണ്ട്. ഓക്സാലോസെറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, സക്സിനൈൽ കോഎൻസൈം എ, പൈറുവേറ്റ്, അസറ്റൈൽ കോഎൻസൈം എ, മാലിക് ആസിഡ്, ആൽഫ കീറ്റോഗ്ലിറ്റാറിക് ആസിഡ്, സക്സിനിക് ആസിഡ്. അറേഞ്ച് ദം ഇൻ ഓർഡർ ആൻഡ് ഡ്രോ എ കംപ്ലീറ്റ് സൈക്കിൾ. അവയെ ഓർഡറിൽ ക്രമീകരിക്കുക, ഒരു പൂർണ്ണമായിട്ടുള്ള സൈക്കിൾ വരയ്ക്കുക. നേരത്തെ വരച്ചതാണ്. ഹു ട്രേസ്ഡ് ദിസ് സൈക്കിൾ? ആരാണ് ഈ സൈക്കിൾ ട്രേസ് ചെയ്തത്? ഹാൻസ് ക്രെബ്സ് ആണ്. വേർ ഡസ് ഇറ്റ് ടേക്സ് പ്ലേസ്? മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിലാണ് ഇത് നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ എയറോബിക് റെസ്പിറേഷൻ ആൻഡ് അനേറോബിക് റെസ്പിറേഷൻ. എയറോബിക് റെസ്പിറേഷനും അനേറോബിക് റെസ്പിറേഷനും തമ്മിലുള്ള ഏതെങ്കിലും 2 വ്യത്യാസങ്ങൾ എഴുതുക. വായുശ്വസനവും അവായുശ്വസനവും തമ്മിലുള്ള 2 വ്യത്യാസങ്ങൾ എഴുതുക. എന്തൊക്കെയാണ് പ്രധാന വ്യത്യാസങ്ങളോ? എയറോബിക് റെസ്പിറേഷനിലാണെങ്കിൽ ഗ്ലൂക്കോസ് കംപ്ലീറ്റ് ആയി ഓക്സിഡൈസ് ചെയ്തുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജി ഉണ്ടാവുന്നു. അതേസമയം അനേറോബിക് റെസ്പിറേഷനിലാണെങ്കിലോ ഗ്ലൂക്കോസ് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്തുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡും എത്തനോളോ അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡോ ഉണ്ടാവുന്നു. ഓക്സിജൻ്റെ ആബ്സെൻസിലാണ് ഇത് നടക്കുന്നത്.
മറ്റേതാണെങ്കിൽ എയറോബിക് റെസ്പിറേഷൻ ഓക്സിജൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. മറ്റൊരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് എയറോബിക് റെസ്പിറേഷനിലാണെങ്കിൽ ധാരാളം എനർജി ഉണ്ടാകുന്നു. 36 ATP മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ്. അതേസമയം അനോറോബിക് റെസ്പിറേഷനിലാണെങ്കിലോ വളരെ കുറച്ച് എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ, 2 ATP മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. എയറോബിക് റെസ്പിറേഷനിൽ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ ഫുഡ് പൂർണ്ണമായും ഓക്സിഡേഷന് വിധേയമാകുന്നു. ആൻഡ് ദ ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് എനർജി. കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, എനർജി എന്നിവ ഉണ്ടാകുന്നു. അതേസമയം അനോറോബിക് റെസ്പിറേഷനിലാണെങ്കിലോ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആൻഡ് ദ ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് എത്തനോൾ ഓർ ലാക്റ്റിക് ആസിഡ്. ഓക്സിജൻ്റെ അഭാവത്തിൽ ഫുഡ് ഓക്സിഡേഷന് വിധേയമാകുന്നു, ഇൻകംപ്ലീറ്റ് ആയി. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ്, എത്തനോളോ അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡോ ഉണ്ടാവുന്നു. രണ്ടാമത്തെ വ്യത്യാസം എയറോബിക് റെസ്പിറേഷനിൽ 36 ATP ഈസ് ദ നെറ്റ് ഗെയിൻ ഓഫ് എനർജി. എനർജിയുടെ നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഇവിടെ 36 ATP ആണ്. അതേസമയം അനോറോബിക് റെസ്പിറേഷനിലാണെങ്കിലോ ഓൺലി 2 ATP ഈസ് ദ നെറ്റ് ഗെയിൻ ഓഫ് എനർജി. 2 ATP മാത്രമാണ് നെറ്റ് ഗെയിൻ ഓഫ് എനർജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്രൂഷ്യൽ ഇവൻറ്റ്സ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ 2 പാർട്സ് ഓഫ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയുടെ 2 ഭാഗങ്ങളിലായിട്ടാണ് എയറോബിക് റെസ്പിറേഷൻ്റെ ക്രൂഷ്യൽ ഇവൻറ്റുകൾ നടക്കുന്നത്. ലൊക്കേറ്റ് ദ 2 പാർട്സ്. 2 ഭാഗങ്ങൾ ലൊക്കേറ്റ് ചെയ്യാം. മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്ന എയറോബിക് റെസ്പിറേഷനിലെ ഒരു ഇവൻറ്റ് എന്ന് പറയുന്നത് ക്രബ് സൈക്കിളാണ്. അത് മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ വെച്ചാണ് നടക്കുന്നത്. മറ്റൊരു ഇവൻറ്റ് എന്ന് പറയുന്നത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആണ്. അത് നടക്കുന്നത് മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിൽ വെച്ചാണ്. മെൻഷൻ ദ 2 ഇവൻറ്റ്സ് ഇൻ 1 or 2 സെൻറ്റൻസസ് ഈച്ച്. 1 or 2 സെൻറ്റൻസുകളിൽ ഈ ഇവൻറ്റുകൾ സൂചിപ്പിക്കുക. വായുശ്വസനത്തിൻ്റെ ഭാഗമായുള്ള 2 സുപ്രധാന സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രക്രിയകളാണ് മൈറ്റോകോൺട്രിയയുടെ 2 ഭാഗങ്ങളിലായി നടക്കുന്നത്. 2 ഭാഗങ്ങൾ ഏതെന്ന് വ്യക്തമാക്കി അവിടങ്ങളിലായി നടക്കുന്ന 2 സംഭവങ്ങളുടെയും സൂചന 1 or 2 വാചകത്തിൽ നൽകുക. അപ്പോൾ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയൽ മാട്രിക്സ് ആണ്. ഹിയർ ക്രബ് സൈക്കിൾ ടേക്സ് പ്ലേസ്. ഇവിടെ ക്രബ് സൈക്കിൾ നടക്കുന്നു. എന്താണ് ക്രബ് സൈക്കിൾ? ഇറ്റ് ഇൻവോൾവ്സ് ദി കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് പൈറുവിക് ആസിഡ് ബൈ ദ സ്റ്റെപ്പ് വൈസ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് റിലീസിങ് 3 molecules ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതിൽ പൈറുവിക് ആസിഡ് പൂർണ്ണമായിട്ടുള്ള ഓക്സിഡേഷന് വിധേയമാകുന്നു. അങ്ങനെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഹൈഡ്രജൻ ആറ്റംസ് റിമൂവ് ചെയ്യുന്നു. 3 molecule കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിൻ, ഉള്ളിലുള്ള സ്ഥലം. ഹിയർ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ടേക്സ് പ്ലേസ്. ഇവിടെയാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ പാസിംഗ് ഓൺ ഓഫ് ദി ഇലക്ട്രോൺസ് റിമൂവ്ഡ് ആസ് പാർട്ട് ഓഫ് ദി ഹൈഡ്രജൻ ആറ്റംസ് ഫ്രം NaDH2 or FaDH2 ടു മോളിക്കുലാർ ഓക്സിജൻ വിത്ത് ദ സിന്തസിസ് ഓഫ് ATP. NaDH2 നിന്നും FaDH2 നിന്നും ഹൈഡ്രജൻ ആറ്റംസ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യപ്പെടുന്നു. ഈ ഇലക്ട്രോൺസിൻ്റെ പാസിംഗ് ആണ് അതിൽ നടക്കുന്നത്. എവിടേക്ക് പാസ് ചെയ്യുന്നു? ടു മോളിക്കുലാർ ഓക്സിജൻ. ഓക്സിജനിലേക്ക് പാസ് ചെയ്യുന്നു. ഈ NaDH2 അല്ലെങ്കിൽ FaDH2 നിന്നും ഇലക്ട്രോൺസിനെ ഓക്സിജനിലേക്ക് പാസ് ചെയ്യുന്നു വിത്ത് ദ സിന്തസിസ് ഓഫ് ATP. അതിൻ്റെ ഫലമായിട്ട് ATP നിർമ്മിക്കപ്പെടുന്നു. The metabolic pathway through which electrons pass from one electron carrier to another is called electron transport system. ഒരു ഇലക്ട്രോൺ കാരിയറിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്ന മെറ്റബോളിക് പാത്വേക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. സം ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ആർ ഗിവൺ ബിലോ. ചില ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് താഴെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? FeS അയൺ സൾഫർ പ്രോട്ടീൻ ആണ്. സൈറ്റോക്രോം B FMN FAD, സൈറ്റോക്രോം A NADH, യുബിക്വിനോൺ, സൈറ്റോക്രോം C സൈറ്റോക്രോം A3 H2O. അറേഞ്ച് ദ വിത്ത് കറക്റ്റ് ഓർഡർ. അവയെ ശരിയായ ഓർഡറിൽ ക്രമീകരിക്കുക. ഇപ്പോൾ NADHൽ നിന്ന് തുടങ്ങുന്നു. NADHൽ നിന്ന് ഇലക്ട്രോൺസ് FMNലേക്ക് പോകുന്നു. FMNൽ നിന്ന് അയൺ സൾഫർ പ്രോട്ടീൻ FeS പ്രോട്ടീനിലേക്ക് പോകുന്നു. പിന്നീട് FADയും ഈ സൈക്കിളിൽ പങ്കെടുക്കാം. ദെൻ അയൺ സൾഫർ പ്രോട്ടീനിൽ നിന്ന് യുബിക്വിനോണിലേക്ക് പോകുന്നു. യുബിക്വിനോൺ എന്ന് പറയുന്ന ഒരു മൊബൈൽ ഇലക്ട്രോൺ കാരിയർ ആണ്. FADയിൽ നിന്നും ഇലക്ട്രോൺസ് യുബിക്വിനോണിലേക്ക് വരാം. ദെൻ യുബിക്വിനോണിൽ നിന്ന് പിന്നീട് സൈറ്റോക്രോം Bയിലേക്ക്, സൈറ്റോക്രോം Bയിൽ നിന്ന് വീണ്ടും അയൺ സൾഫർ പ്രോട്ടീനിലേക്ക്, ദെൻ വീണ്ടും യുബിക്വിനോണിലേക്ക്. യുബിക്വിനോൺ എന്ന് പറയുന്ന മൊബൈൽ ഇലക്ട്രോൺ കാരിയർ ആണ്. ദെൻ സൈറ്റോക്രോം Cയിലേക്ക്, സൈറ്റോക്രോം Cയിൽ നിന്ന് സൈറ്റോക്രോം Aയിലേക്ക്, സൈറ്റോക്രോം A3യിലേക്ക്. നെയിം ദ സൈറ്റ് ഓഫ് ETS.
ETS എന്ന് പറയുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കുന്ന സ്ഥലം എഴുതുക. എവിടെയാണ്? മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ്. ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ. വാട്ട് ഈസ് ദ റോൾ ഓഫ് O2 ഇൻ ദി ETS? ETSൽ O2ന്റെ റോൾ എന്താണ്? ഓക്സിജൻ ആണ് ഇവിടെ ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ അല്ലെങ്കിൽ ഫൈനൽ ഹൈഡ്രജൻ അക്സെപ്റ്റർ എന്ന് പറയാം. ഓക്സിജൻ ആക്ട് ആസ് ദി ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ഓർ ഹൈഡ്രജൻ അക്സെപ്റ്റർ. ഓക്സിജൻ ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ അല്ലെങ്കിൽ ഫൈനൽ ഹൈഡ്രജൻ അക്സെപ്റ്റർ ആകെ ആക്ട് ചെയ്തു. ഓക്സിജൻ അവസാനം ഇലക്ട്രോണിനെയും അതുപോലെ തന്നെ ഹൈഡ്രജനെയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഓക്സിജൻ H2O ആയിട്ട് മാറും. അപ്പം അതും കൂടി ഇവിടെ കാണിക്കേണ്ടതുണ്ട്. സൈറ്റോക്രോം A3യിൽ നിന്ന് H2Oയിലേക്ക് ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നു. H2O എന്നും കൂടി അവസാനം എഴുതേണ്ടതുണ്ട്. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിൻ്റെ ഒരു ഭാഗം, അതിൽ F0 F1 പാർട്ടിക്കിൾ കാണാം. നെയിം ദ കോംപ്ലക്സ്. കോംപ്ലക്സിൻ്റെ പേര് എഴുതുക. ഈ കോംപ്ലക്സിൻ്റെ പേരാണ് F0 F1 കോംപ്ലക്സ് ഓർ ATP സിന്തേസ് കോംപ്ലക്സ്. റൈറ്റ് ഇറ്റ്സ് ഫങ്ഷൻ. ഇതിൻ്റെ ധർമ്മം എഴുതുക. ധർമ്മം എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ATP ഫ്രം ADP ആൻഡ് ഇനോർഗാനിക് ഫോസ്ഫേറ്റും. ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും കമ്പൈൻ ചെയ്തുകൊണ്ട് ATP നിർമ്മിക്കലാണ് ഇതിൻ്റെ ജോലി. റെസ്പിറേഷൻ ഈസ് ആൻ ആംഫിബോളിക് പാത്വേ. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു ആംഫിബോളിക് പാത്വേ ആണ്. ഈ പ്രസ്താവന വിലയിരുത്തുക. ശ്വസനം ഒരു ആംഫിബോളിക് പ്രവർത്തനമാണ്. ഈ പ്രസ്താവന വിലയിരുത്തുക. എന്താ ആംഫിബോളിക് എന്ന് പറഞ്ഞാൽ? ഒരു പാത്വേയിൽ അനബോളിസവും കാറ്റബോളിസവും ഉണ്ടെങ്കിലാണ് അതിന് ആംഫിബോളിക് പാത്വേ എന്ന് പറയുന്നത്. ഇപ്പോൾ റെസ്പിറേഷൻ സാധാരണയായിട്ട് കാറ്റബോളിസം അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ റിയാക്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്താണ് കാറ്റബോളിസം? ബ്രേക്ക് ഡൗൺ റിയാക്ഷൻസിനെയാണ് കാറ്റബോളിസം എന്ന് പറയുന്നത്. ഇപ്പോൾ റെസ്പിറേഷൻ കാറ്റബോളിസം ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. കാരണം റെസ്പിറേഷനിൽ ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്യാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട്. അതേസമയം അനബോളിസം എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് റിയാക്ഷൻസ് ആണ്. നമ്മൾ ഫോട്ടോസിന്തസിസ് ഒക്കെ അതിന് എക്സാമ്പിളായിട്ട് പറയാറുണ്ട്. ഫോട്ടോസിന്തസിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്തുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ റെസ്പിറേഷനിലെ ചില ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റു ചില പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഈ പാത്വേയിൽ സിന്തസിസും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ സിന്തറ്റിക് റിയാക്ഷൻസും നടക്കുന്നുണ്ട്. അതുകൊണ്ട് റെസ്പിറേഷനിൽ കാറ്റബോളിസം ഉണ്ട്, അനബോളിസം ഉണ്ട്. അതുകൊണ്ട് റെസ്പിറേഷനെ നമുക്ക് ആംഫിബോളിക് പാത്വേ എന്ന് വിളിക്കാം. റെസ്പിറേഷൻ ഈസ് കൺസിഡർഡ് ആസ് എ കാറ്റബോളിക് പ്രോസസ്. റെസ്പിറേഷനെ ഒരു കാറ്റബോളിക് പ്രോസസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ബ്രേക്ക് ഡൗൺ ഓഫ് സബ്സ്ട്രേറ്റ്സ്. കാരണം അതിൽ സബ്സ്ട്രേറ്റിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് നടക്കുന്നത്. ബട്ട് ദ ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്ട്സ് ഇൻ റെസ്പിറേറ്ററി പാത്വേ ആർ യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് വേരിയസ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ് വെൻ നീഡഡ്. പക്ഷേ റെസ്പിറേറ്ററി പാത്വേയിലുള്ള ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സിൻസ് റെസ്പിറേഷൻ ഇൻവോൾവ് ബോത്ത് അനബോളിസം ആൻഡ് കാറ്റബോളിസം. റെസ്പിറേഷനിലെ അനബോളിസവും കാറ്റബോളിസവും ഉള്ളതിനാൽ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ആംഫിബോളിക് പാത്വേ. അതിനൊരു ആംഫിബോളിക് പാത്വേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് ദി 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ റിലേറ്റഡ് ടു റെസ്പിറേഷൻ. റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട താഴെ തന്നിട്ടുള്ള 4 പ്രസ്താവനകളിൽ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ. ശരിയായ പ്രസ്താവനകൾ. നമ്പർ 1. ദോ റെസ്പിറേഷൻ ഹാസ് ട്രഡീഷണലി ബീൻ കൺസിഡർഡ് എ കാറ്റബോളിക് പ്രോസസ്, ഇറ്റ് വുഡ് ബി ബെറ്റർ ടു കൺസിഡർ ഇറ്റ് ആസ് ആൻ ആംഫിബോളിക് പാത്വേ. പരമ്പരാഗതമായി റെസ്പിറേഷനെ ഒരു കാറ്റബോളിക് പ്രോസസ്സായി കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനെ ആംഫിബോളിക് പാത്വേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് നല്ലത്. അത് ശരിയായൊരു പ്രസ്താവനയാണ്. 1 ശരിയാണ്. ദെൻ സെക്കൻഡ് വൺ. ഇൻ മസിൽസ് വെൻ ഓക്സിജൻ ഈസ് ഇനാഡിക്വേറ്റ്. ഓക്സിജൻ അപര്യാപ്തമാവുമ്പോൾ മസിൽ സെല്ലുകളിൽ, പേശികളിൽ ലാക്റ്റിക് ആസിഡ് ഈസ് റെഡ്യൂസ്ഡ് ടു പൈറുവിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് പൈറുവിക് ആസിഡായിട്ട് മാറുന്നു. ഇത് തെറ്റായൊരു പ്രസ്താവനയാണ്. നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. Then third one, when fats are used in respiration, the RQ is greater than 1. ഫാറ്റ്സ് റെസ്പിറേഷനിൽ ഉപയോഗിക്കുന്ന സമയത്ത് RQ 1 കൂടുതലാണ്. അതും തെറ്റായ പ്രസ്താവനയാണ്. ഫാറ്റ്സും പ്രോട്ടീൻസും റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആണെങ്കിൽ RQൻ്റെ വാല്യൂ 1 താഴെയായിരിക്കും. കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ RQൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഓർഗാനിക് ആസിഡ്സ് ഉപയോഗിക്കുകയാണെങ്കിലാണ് RQൻ്റെ വാല്യൂ 1 കൂടുതലാവുന്നത്. അപ്പോൾ അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 4th വൺ. ഇൻ റെസ്പിറേഷൻ
റെസ്പിറേഷനിൽ ശ്വസനത്തിൽ ദ എനർജി ഓഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഫോസ്ഫോറിലേഷൻ. ഫോസ്ഫോറിലേഷന് ഓക്സിഡേഷൻ റിഡക്ഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഊർജ്ജമാണ് ഉപയോഗിക്കുന്നത്. ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ ATP സിന്തസിന് വേണ്ടിയിട്ട്. അത് ശരിയായ ഒരു പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ 1ഉം 4ഉമാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ D 1 and 4. അപ്പോൾ ഇത്രയുമാണ് റെസ്പിറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും നിങ്ങൾക്ക് PDF ഫോമിൽ കിട്ടണമെങ്കിൽ ഫ്ലോറവിഷൻ എന്ന് പറയുന്ന ബ്ലോഗിൽ ലഭ്യമാണ്. വെബ് അഡ്രസ് കൊടുത്തിരിക്കുന്നു tpabdulghafoor.blogspot.com. ബ്ലോഗിൽ ഇടതുവശത്ത് ലാബൽസിൽ ചാപ്റ്റർ വൈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.